1879 അയർലൻഡിലെ നോക്ക് എന്നൊരു ഗ്രാമപ്രദേശത്ത് നടന്ന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കഥ പറയുന്ന ഒരു വലിയ തീർത്ഥാടന കേന്ദ്രം. ഒരു മഴ പെയ്യുന്ന ആഗസ്റ്റ് മാസത്തിലെ ഒരു തണുത്ത സായം സന്ധ്യയിൽ പതിവ് പോലെ ആ ഗ്രാമപ്രദേശത്തെ പാവപ്പെട്ട കർഷകരായ നാട്ടുകാർ വീടുകളിൽ അണഞ്ഞു. തണുപ്പകറ്റുന്ന മരം കത്തിക്കുന്ന ഹീറ്ററിനടുത്ത് എല്ലാവരും ആയിട്ടുണ്ടായിരുന്നു. പതുക്കെ ഒരു വാർത്ത പരക്കുവാൻ തുടങ്ങി. ഒരു അത്ഭുത പ്രതിഭാസം ദേവാലയത്തിൻ്റെ മതിലിൽ കണ്ടുവെന്ന്. അത് കാണുവാൻ ആളുകൾ ഓടിത്തുടങ്ങി. അച്ഛൻ്റെ ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ആദ്യമായി കണ്ടത്. പിന്നീട് അറിഞ്ഞ് ആളുകൾ ഒരുമിച്ചുകൂടി ഈ അത്ഭുതം കാണുവാൻ വേണ്ടി. ദേവാലയത്തിൻ്റെ മതിലിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. വെള്ള വസ്ത്രത്തിൽ അമ്മയുടെ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. അമ്മയുടെ തലയിൽ സ്വർണ്ണ നിറത്തിലുള്ള കിരീടവും ഒരു ചുവന്ന റോസാപ്പൂവും. വലതുവശത്ത് യൗസപിതാവ് കുറച്ച് പ്രായം ചെന്ന രൂപമാണ്. ഇടതുവശത്ത് വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ ഒരു ബിഷപ്പിൻ്റെ വേഷം ധരിച്ച് മെത്രാൻ്റെ തൊപ്പിയൊക്കെയായി ധരിച്ച രൂപം. കയ്യിൽ ഒരു തുറന്ന പുസ്തകം. പ്രസംഗിക്കുവാൻ നിൽക്കുന്ന ഒരു രൂപം. പക്ഷേ ശബ്ദം കേൾക്കുവാൻ സാധിച്ചിരുന്നില്ല. അടുത്ത് തന്നെ ഒരു അൾത്താരയിൽ ഒരു ആട്ടിൻകുട്ടിയും അതിനു പുറകിൽ ഒരു കുരിശും, ക്രിസ്തുവിൻ്റെ പ്രതീകം. ആട്ടിൻകുട്ടിക്ക് ചുറ്റും മാലാഖമാർ വട്ടമിട്ട് പറക്കുന്നു. ഈ രൂപമാണ് ഇന്ന് ആ ദേവാലയത്തിൻ്റെ മതിലിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. 2 മണിക്കൂറോളം നീണ്ടുനിന്ന ഒരു അത്ഭുത സംഭവമായിരുന്നു. മഴ പെയ്യുന്ന ആ സായം സന്ധ്യയിൽ എല്ലാവരും അവിടുന്ന് മാറാതെ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് ആ അത്ഭുതം വീക്ഷിച്ചു എന്നാണ് പറയുക. ഒരുപാട് ആളുകൾ നേരിൽ കണ്ട ഒരു അത്ഭുതമായതിൻ്റെ പേരിൽ തന്നെ അധികം വൈകാതെ തന്നെ അതൊരു വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറുകയാണ്. ആ ദേവാലയത്തിൻ്റെ മതിലിനോട് ചേർന്നുള്ള ഭാഗത്ത് ആ പ്രത്യക്ഷീകരണ ചാപ്പൽ പിന്നീട് പണിതു. പിന്നീട് വലിയൊരു ബസിലിക്കയും ഒരു നിത്യാരാധന ചാപ്പലും മറ്റും പണിതു. 1 മാസത്തോളം ഈ ദേവാലയത്തിൽ താമസിക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരാളെങ്കിലും ഈ പ്രത്യക്ഷീകരണ ദേവാലയത്തിലും നിത്യാരാധന ചാപ്പലിലും ഇല്ലാത്ത സമയം ഉണ്ടാകില്ല. അത്രയും ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന, ആരാധനയിൽ പങ്കുചേരുന്ന, പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം യാചിക്കുന്ന, രാവിലെ മുതൽ വൈകുന്നേരം വരെ കുമ്പസാരിക്കുവാനുമൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാകുന്ന, കുരിശിൻ്റെ വഴി ചെല്ലുന്ന, അങ്ങനെ ഒരുപാട് ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു വിശുദ്ധ തീർത്ഥാടന കേന്ദ്രം.